ഹേ ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാനും ചുമ്മും പുറത്തിറങ്ങിയിട്ടുള്ളത് കേട്ടോ. കുറേ ദിവസമായി നമ്മൾ രണ്ടാൾ പുറത്തിറങ്ങാത്തത്. അപ്പോൾ ചെറുങ്ങനൊരു ചില്ലാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി ഗായ്സ്. അങ്ങനെ എന്താ പറയുക, ചുമ്മുനിലും കിട്ടുന്നില്ല കേട്ടോ. സ്കൂളും എല്ലാം ആയിട്ട് ഒക്കെ ലീവ് കിട്ടുന്നില്ല. അങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് വരാനും ഭയങ്കര ഒറ്റയ്ക്ക് തന്നെ വരണ്ടെന്ന് പറഞ്ഞിട്ട് ഓളെ കിട്ടാൻ കാത്തുന്നിട്ടാ. പിന്നെ എനിക്ക് ഫസ്റ്റ് ചെരുപ്പ് വാങ്ങാനുണ്ടായിന്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ ചെരുപ്പ് വാങ്ങാൻ വന്നിട്ടുണ്ടായിന് കേസ്. അപ്പോൾ കുറേ എന്താ പറയുക സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിന്. പിന്നെ കുറേ കളക്ഷൻസ് വാങ്ങണ്ടായിട്ട് അപ്പോൾ അവർ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് പുതിയത് വരും. എന്നിട്ട് ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് പോകുന്നില്ലത് കഴിച്ച് വീണ്ടും അവിടെ കളക്ഷൻ പോയി. പിന്നെ തപ്പിയിട്ട് പോയെങ്കിൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചെരുപ്പ് വാങ്ങിയിട്ട് വന്നിട്ടാ. പിന്നെ നേരെ വന്നത് ഷോപ്പിക്സിൽ വണ്ടി എടുത്തിട്ട് ആ വണ്ടി അവിടെ തന്നെ വെച്ചിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. എന്ന് വെച്ചെങ്കിൽ നടക്കുന്ന ദൂരെ ഉണ്ടായിട്ടു. അങ്ങനെ നമ്മൾ ഷോപ്പിക്സിലെത്തി ഷോപ്പിംഗ് എല്ലാം സ്റ്റാർട്ടാക്കി. ഫസ്റ്റ് എനിക്കൊരു ചാർക്കോൾ വാങ്ങാനുണ്ടായിന് കേട്ടോ. അത് തപ്പിയിട്ട് നടന്ന് അത് ഇവിടെ കിട്ടിയിട്ട് ലാസ്റ്റ് ആ ചേച്ചിയോട് വെച്ച് ചേച്ചിയുടെ ചാർക്കോൾ ഇടയില്ലെന്ന്. അപ്പം പറഞ്ഞ് മുകളിൽ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ നേരെ മുകളിൽ കയറി അവിടെ കുറേ നേരം തപ്പി. എനിക്ക് ആ സാധനം മാത്രം കണ്ണിൽ പെടുന്നില്ല കേട്ടോ. പിന്നെ ആ ചേച്ചിയോട് ചോദിച്ചു. പിന്നെ ചേച്ചി ഏതോ ഒരു മൂലക്ക് നിന്ന് എടുത്ത് തരുന്നുണ്ട്. പിന്നെ ഏട്ടാ എനിക്ക് കിട്ടാൻ. പിന്നെ അത് എടുത്തിട്ട് ഇങ്ങോട്ട് തീരുമ്പോഴത്തേക്ക് ചെമ്മുവിനെ കാണുന്നില്ല. ഓളെ തപ്പിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഓളിത് കീടെ ഓളെ ബാഗ് ഇങ്ങനെ നോക്കുന്നുണ്ടായത്. ഇതിട്ടാ വാങ്ങാനല്ല വെറുതെ ഷോയിനെ മാത്രം നോക്കുന്നുണ്ടായത് ഗൈസ്. അങ്ങനെ ആദ്യം നമ്മൾ നേരെ ബില്ലാക്കാൻ പോയി. ആടുന്ന് ബില്ലാക്കുമ്പോൾ ആടെ സ്പെക്സ് കണ്ട് ഗൈസ്. പിന്നെ കുറച്ച് പട്ടി ഷോവും വേണ്ടേ, അത് വെച്ചിട്ട് കുറച്ച് പട്ടി ഷോ എല്ലാം ആക്കി ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് നേരെ ആടെ എടുത്ത സാധനം ആടെ തന്നെ ബില്ലാക്കണം കേട്ടോ. താഴെ ബില്ലാക്കിയില്ല. അങ്ങനെ ആടെല്ലാം ബില്ലാക്കിയിട്ട് നേരെ താഴെ വന്ന് ഞാനൊരു ഷെയ്ഡ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ലിപ്സ്റ്റിക്കിൻ്റെ. അങ്ങനെ അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അത് വന്നോന്ന് നോക്കാൻ പോയി. പക്ഷേ അത് വന്നിട്ട് സ്റ്റോക്ക് ഔട്ടായി എന്ന് പറഞ്ഞ്. അങ്ങനെ എനിക്ക് പറ്റിയത് ഏതെങ്കിലും ലിപ്സ്റ്റിക് ഉണ്ടോ എന്ന് നോക്കി. പിന്നെ എന്താ പറയുക 2 ഷെയ്ഡും ഞാൻ ട്രൈ ആക്കി. പക്ഷേ ആ 2 ഷെയ്ഡ് എനിക്ക് മാച്ച് അല്ല എന്ന് ഫീലായി. വാങ്ങിയെങ്കിൽ പെട്ടിട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടാ. പിന്നെ ആടുന്ന് നമ്മൾ നേരെ എന്താ പറയുക കുറച്ച് സാധനം നോക്കി, പക്ഷേ എടുക്കാൻ പറ്റിയിട്ടാ. അങ്ങനെ നേരെ ബില്ലാക്കാൻ വന്നിട്ട് ബില്ലാക്കുമ്പോൾ വിചാരിച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് തന്നെ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നില്ല കേട്ടോ. അങ്ങനെ നേരെ ഷോപ്പിക്സിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ എന്താ പറയുക നമ്മൾ സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആളെ കണ്ടിട്ടാകുമ്പോൾ ഓർമ്മയും. അങ്ങനെ അത് എടുത്തിട്ട് നേരെ പുറത്ത് കഴിയുമ്പോഴത്തേക്ക് ആടിൻ്റെ ചെറിയൊരു സ്പോട്ട് ഉണ്ട് കേട്ടോ. സ്നാക്സ്, ചായ, കോഫിയെല്ലാം ഉള്ളത്. അങ്ങനെ ആടെ കയറി അവരോട് തന്നെ ചോദിച്ച് ഏറ്റവും അടിപൊളിയുള്ള ഫുഡ് ഏതെന്ന്. അപ്പോൾ പറഞ്ഞാൽ ബട്ടർ ചിക്കൻ എന്നാണ്. അപ്പോൾ ഇതിനുള്ളിൽ കുറേ സ്നാക്സ് ഉണ്ട്, നിങ്ങൾ ആടെ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വീണ്ടും കയറിയിട്ടാ. അങ്ങനെ ഈ സാധനം എന്തെല്ലോ ഉണ്ടായിനി, നമുക്കറിയണ്ടേ. ആകെ അറിയുന്ന പേര് പപ്സും അതേ കണക്ക് എന്തായാലും സമൂസം, സാൻഡ്വിച്ച്. ഇതിനപ്പുറം വേറെ പേരൊന്നും അറിയില്ല ഗൈസ്. അങ്ങനെ നമ്മനെ ഒഴിച്ച് ഇതായിരിക്കും ബട്ടർ ചിക്കൻ, ഇതായിരിക്കും. പിന്നെ വെറുതെ എന്തിനീ ഇതാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചേച്ചിയോട് ചോദിച്ചാൽ നമ്മൾ ഈ സാധനം എടുത്ത് തന്നേട്ടാ. ആകെ 30 രൂപയുള്ളൂ. നല്ല എന്താ പറയുക വയറ് ഫുള്ളാവും. അങ്ങനെ നിങ്ങൾ ഷോപ്പിക്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ട് കഴിക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ എന്താ പറയുക ഞാൻ ഫസ്റ്റ് കഴിക്കുന്നതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബണ്ണ് നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുണ്ട്. ആദ്യം കണക്ക് ചിക്കനുണ്ട്, കുറേ സാൻഡ്വിച്ച് ഇങ്ങനത്തേലെല്ലാം ആകെ ഉള്ളി മാത്രമേ ഉണ്ടാവും. ഇതിൽ ഫുള്ളും ചിക്കൻ മാത്രമേ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അതും കഴിച്ചിട്ടാകുമ്പോഴത്തേക്ക് ഓർമ്മയും നമ്മളെ വാങ്ങിയതിൽ എന്താ പറയുക ഐസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പകുതി മെൽട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആടെ തന്നെ ഇരുന്ന് എന്തെല്ലാം കഴിച്ചിട്ട് നേരെ നമ്മൾ പെരക്ക് പോകാൻ നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാതെ കണക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.